വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അന്ധന് കാഴ്ച നൽകുന്നു. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരുകിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇതുകണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ലംഘിക്കപ്പെടേണ്ട വിലക്കുകളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കും. വിശുദ്ധ നാട്ടിലെ ചിരപുരാതനമായ ഒരു വാണിജ്യ നഗരമാണ് ജെറീക്കോ. സന്ദർശനാർത്ഥം യേശു ഒരിക്കൽ ജെറീക്കോ പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. ജനത്തിരക്ക് ഉള്ള ഒരു പട്ടണമായതുകൊണ്ടും വാണിജ്യ കേന്ദ്രമായതുകൊണ്ടും ഭിക്ഷാടനക്കാർ തെരുവിന്റെ ഇരുഭാഗങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. അതിലെ അന്ധനായ ഒരു മനുഷ്യനെ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലേക്ക് സുവിശേഷകനായ ലൂക്ക കൊണ്ടുവരികയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ. അയാൾ എങ്ങനെയോ മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകുന്നത് നസറത്തിൽ നിന്നുള്ള യേശുവാണെന്ന്. ഇതിനോടകം യേശുവിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും അയാൾ ഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും കൂടിയാകാം യേശുവാണ് തന്റെ സമീപത്തുകൂടെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പറയാൻ തുടങ്ങി. നിലവിളി വളരെ സ്വരത്തിലായതുകൊണ്ട് പട്ടണത്തിലേക്ക് പോയിരുന്ന പലരും ഇത് കേട്ട് അവനോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ അത് ഒരു തരത്തിലും അനുസരിക്കാതെ അതിശക്തമായ രീതിയിൽ നിലവിളി തുടരുകയാണ് ഉണ്ടായത്. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അവന്റെ ഈ പ്രവർത്തന ശൈലിയും ആ നിലവിളിയിലുള്ള അത്യുത്സാഹവും പല പ്രത്യേകതകളും കണ്ടിട്ടായിരിക്കാം യേശു ആ നിലവിളി കേട്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. കൂടെയുള്ള ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ആ നിലവിളിച്ചപേക്ഷിക്കുന്ന അന്ധനെ തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ. അന്ധൻ യേശുവിന്റെ മുന്നിലെത്തി പ്രണമിക്കുന്നു. യേശു വാത്സല്യത്തോടു കൂടെ അവനോട് ചോദിക്കുന്നു, മകനെ, ഞാൻ എന്ത് നിനക്ക് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ ഒരു ശങ്കയും കൂടാതെ പറയുന്നു, എനിക്ക് കാഴ്ച കിട്ടണം യേശുവേ. യേശു ഉടനെ തന്നെ അവനോട് സംസാരിക്കുന്നു, മകനെ, നീ കാണുക. അവന്റെ അന്ധത മാറി അവൻ കാഴ്ചയുള്ളവനായി എന്ന് സുവിശേഷകൻ നമ്മോട് പറയുന്നു. അവൻ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നത് കൊണ്ടും കൂടിയാകാം അതിനുള്ള പ്രതിനന്ദിയായിട്ട് അവൻ അവന്റെ ജീവിതത്തിൽ തന്നെ വലിയ പരിവർത്തനങ്ങൾ വരുത്താനിടവരുന്നു. അവൻ യേശുവിന്റെ പുറകെ പോയി എന്നാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. ഇതൊരു മറ്റൊരു സത്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ലംഘിക്കപ്പെടേണ്ട വിലക്കുകളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം ഉപരി നന്മയ്ക്ക് വേണ്ടി എന്ന ചിന്തയും ഇതോടൊപ്പം നമുക്കായിട്ട് നൽകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.